Hi friends, this is dietitian Priyanka from Diet Lab. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വൈറ്റമിൻ ഇയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന് ഏതെല്ലാം സോഴ്സിലൂടെയാണ് വൈറ്റമിൻ ഇ കിട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടും കൂടെയാണ്. നോൺ വെജിറ്റേറിയൻസിന് ഫാറ്റി ഫിഷസും അതുപോലെ തന്നെ മീറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിലൂടെ വൈറ്റമിൻ ഇ കിട്ടാറുണ്ട്. വെജിറ്റേറിയൻസിന് മെയിനായിട്ടും കിട്ടുന്നത് പ്ലാന്റ് സോഴ്സസിലൂടെ മാത്രമാണ്. വൈറ്റമിൻ ഇ മസ്റ്റായിട്ട് നമുക്ക് ബോഡിക്ക് വേണ്ടത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് വൈറ്റമിൻ ഇ. ഹാർട്ട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടിയിട്ടും വൈറ്റമിൻ ഇ മസ്റ്റായിട്ട് നമുക്ക് വേണം. അതുപോലെ ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ ഇ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ക്യാൻസേഴ്സിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളുക്കിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ ഇ മസ്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. വെജിറ്റേറിയൻസ് മസ്റ്റായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നട്ട്സുകൾ. നട്ട്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ റിച്ച് ആണ്. മെയിൻലി നമ്മുടെ ആൽമണ്ട്സും അതുപോലെ തന്നെ നമുക്ക് ഹേസൽ നട്ട്സ്, പീനട്ട്സ്, ഇതൊക്കെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള നട്ട്സുകളാണ്. ഇത് മസ്റ്റായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള സീഡ്സാണ് സൺഫ്ലവർ സീഡ്സ്. മസ്റ്റായിട്ടും വെജിറ്റേറിയൻസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിനായിട്ട് നമ്മുടെ സൂപ്പുകളിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് സീരിയൽസ് ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ സീരിയൽസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോകാം. അതുപോലെ സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. വെജിറ്റബിൾസ് സോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ദോശ ബാറ്റേഴ്സൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പൊടിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പൊടിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വൈറ്റമിൻ ഇ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സീഡ്സിനെ കുറിച്ചിട്ട്. അപ്പം സീഡ്സിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് കയറി ഒന്ന് കാണുക. വെജിറ്റബിൾ ഓയിൽസിലെല്ലാം തന്നെ വൈറ്റമിൻ ഇ റിച്ച് ആണ്. മെയിനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഇ റിച്ച് ആണ് സൺഫ്ലവർ ഓയിൽ. അതേപോലെ കോൺ ഓയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോളത്തിൻ്റെ എണ്ണ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ റാപ്സീഡ് ഓയിൽ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഒലിവ് ഓയിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻസിന് വൈറ്റമിൻ ഇ കിട്ടാനായിട്ട് ഫ്രൂട്ട്സിലൊരു നല്ല ഓപ്ഷനാണ് അവക്കാഡോസ്. അവക്കാഡോസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. കിവീസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. വെജിറ്റേറിയൻസ് സ്പിനാച്ച് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ്. ചീരയ്ക്കകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻ കെയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ബ്രക്കിളി ഒരു നല്ല ഒരു ഓപ്ഷനാണ്. വെജിറ്റേറിയൻസ് നല്ലൊരു ഓപ്ഷനാണ് ബട്ടർനട്ട് സ്ക്വാഷ്. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു പംകിൻ ഗ്രൂപ്പിൽ വരുന്നതാണ് ബട്ടർനട്ട് സ്ക്വാഷ്. അതുപോലെ നമുക്ക് നോർമൽ പംകിനും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിലും ധാരാളമായിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ കിട്ടാനായിട്ട് നമുക്ക് ആസ്പരാഗസും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. സോട്ട് ചെയ്തൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വൈറ്റമിൻ ഇ റിച്ച് ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വൈറ്റമിൻ സി ആയിട്ടുള്ള ഫുഡുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് രണ്ടും ഹൈ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. വെജിറ്റേറിയൻസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതുപോലെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറും അതുപോലെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.